നമ്മളൊരു പുതിയ വീടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ വയറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു അലാം സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇൻട്രൂഷൻ അലാം സിസ്റ്റം അവിടെ ചെയ്യണം. CCTV ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് മോഷൻ സെൻസറോ അല്ലെങ്കിൽ ഡോർ കോൺടാക്ട് സെൻസറോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു അഡീഷണൽ ഒരു സെക്യൂരിറ്റി അലാം സെൻസറും കൂടി നമുക്ക് ആഡ് ചെയ്യണം. സൈറണോ കാര്യങ്ങളോ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി അലാം സിസ്റ്റം ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണ്. പക്ഷേ നമ്മളെ വീടും അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. വയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ അഡീഷണൽ ഒരു വയറിംഗ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലാറം സൊല്യൂഷനാണ് ഹിക്യൂഷൻ്റെ വയർലെസ് അലാം സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വയർലെസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ സെക്യൂരിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് എല്ലാ ഡിവൈസിൻ്റെ അകത്തും ടാമ്പർ പ്രൊട്ടക്ഷൻ സെൻസറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഈ ഡിവൈസുകളൊക്കെ കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. ഇതൊക്കെ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. 1 ഇയർ വരെ ബാറ്ററി ബാക്കപ്പ് ഈ ഡിവൈസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പം മോഷൻ സെൻസർ ആണെങ്കിലും ഡോർ കോൺടാക്ട് സെൻസർ ആണെങ്കിലും ഇതെല്ലാം എന്താണ് വയർലെസ് ആണ്, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 1 ഇയർ വരെക്കും നിങ്ങൾ ബാറ്ററി ഒന്നും മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ബാറ്ററി ബാക്കപ്പ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മൊബൈൽ ആപ്പിൻ്റെ അകത്തുനിന്ന് എടുത്ത് നോക്കാവുന്നതാണ്. CCTV ക്യാമറ മോണിറ്റർ ചെയ്യാനും അലാറം മാനേജ് ചെയ്യാനും രണ്ടിനും കൂടി ഒരൊറ്റ സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ മതി. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ US എവിടെയാണെങ്കിലും നമുക്ക് മൊബൈൽ ആപ്പിൽ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലെ ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണോ ക്ലോസ് ആയി കിടക്കുകയാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇപ്പം അലാം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ടും മൊബൈൽ ആപ്പിൽ കൂടെ അലാം ആക്ടിവേഷനും ഡീആക്ടിവേഷനും ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതാണ് അതിൻ്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ പാനലിലേക്കാണ് ഈ ഡിവൈസുകളൊക്കെ സിങ്ക് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ കൺട്രോൾ പാനലിൽ നമുക്കൊരു സിം ഇടാൻ പറ്റും. ഈ സിം വഴി നമുക്ക് മൊബൈലിലേക്ക് അലാറം ട്രിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിലേക്ക് കോളും SMS വരുന്ന സംവിധാനമൊക്കെ ഈ ഡിവൈസിനകത്ത് ബൈ ഡിഫോൾട്ട് ഉണ്ട്. സിം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. സിം ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിൽ ഇത് മാനേജ് ചെയ്യാം. ഇനി വൈഫൈ കണക്ഷൻ ഇല്ലാത്തൊരു വീടാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ടായി കിടക്കുന്ന ഒരു വീടാണെങ്കിലും ഈ ഡിവൈസുകളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് മൊബൈൽ ആപ്പ് വഴി എന്തെങ്കിലും കാര്യങ്ങൾ കാണണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ വേണമെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വൈഫൈ ഇല്ലെങ്കിലും ഇൻ്റർനെറ്റ് കട്ടായാലും ഒന്നും അവിടെ അലാറം വർക്ക് ചെയ്യാത്ത ഒരു കണ്ടീഷൻ വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസുകൾക്കൊക്കെ ടാമ്പർ പ്രൊട്ടക്ഷൻ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസൊക്കെ നമ്മൾ വാളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ആരെങ്കിലും പർപ്പസ്ഫുള്ളി ഇങ്ങനെ വലിച്ചൂരിയെടുക്കാൻ നോക്കുമ്പോൾ ഇതിനകത്തുള്ള ടാമ്പർ പ്രൊട്ടക്ഷൻ സെൻസർ ട്രിഗർ ആവും. ചിലപ്പം അലാറം ആക്റ്റീവ് അല്ലാത്ത നോർമൽ കണ്ടീഷനിലായിരിക്കും ആരെങ്കിലും ഇത് ഊരിയെടുത്തിട്ടുണ്ടാവുക. ആ സമയത്തും ഈ അലാറം സൈറണ് അവിടെ അടിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് കോളും SMS ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കീ ഫോബ് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ റിമോട്ട് കീ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഈ റിമോട്ട് കീ പ്രസ് ചെയ്തിട്ടും ആക്ടിവേഷനും ഡീആക്ടിവേഷനും നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ റിമോട്ട് കീ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ നമ്പർ കീപാഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ കീപാഡിൽ നമുക്കൊരു സീക്രട്ട് നമ്പർ സെറ്റ് ചെയ്ത് അലാറം ആക്റ്റീവ് അല്ലെങ്കിൽ അലാറം ഡീആക്ടിവേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അലാറം ആക്റ്റീവ് ആവും. അത് ഈ നമ്പർ അടിച്ചാൽ മാത്രമേ അലാം ആക്റ്റീവ് ആവുള്ളൂ. ആ നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അലാം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വീടിനെ അലാം മോഡിലോട്ട് ആക്കാൻ പറ്റും. അപ്പം നമ്മളെ വീട് അല്ലെങ്കിൽ ജ്വല്ലറി, ബാങ്ക്, എന്ത് സ്ഥാപനമായാലും നമുക്ക് അലാം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 3 മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഒന്ന്, റിമോട്ടിൽ നമുക്ക് അലാം ആക്ടിവേറ്റ് ചെയ്യാം. അത് ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം. 2, അവിടെ ഒരു കീപാഡ് സെറ്റ് ചെയ്തിട്ട് കീപാഡിൻ്റെ പാസ്വേഡ് അറിയുന്നവർ മാത്രം അലാം ആക്ടിവേഷനും ഡീആക്ടിവേഷനും ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കീപാഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ വയർലെസ് ആണ്. ഈ ഡിവൈസൊക്കെ വയർലെസ് ആണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പം ഓൾറെഡി നമ്മളെ കൺട്രോൾ പാനലുമായിട്ട് ഇപ്പം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 3ാമത്തെ മെത്തേഡാണ് ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, അലാം ആക്ടിവേഷനും ഡീആക്ടിവേഷനും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കീപാഡ് വഴി ഒന്ന് അലാം ആക്ടിവേറ്റ് ചെയ്യാം. ഇവിടെ മോഷൻ സെൻസർ ഞാൻ വെച്ചിട്ടുണ്ട്. മോഷൻ സെൻസർ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അലാം ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പം അലാം ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. Alarm. 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 System disarmed. ഇപ്പം ആക്റ്റീവായി മോഷൻ സെൻസർ ട്രിഗർ ചെയ്തപ്പോൾ അലാം അടിച്ചു. ഈ അലാം അടിച്ചപ്പോൾ ഞാൻ റിമോട്ട് വഴിയാണ് അലാം ഡീആക്ടിവേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ അലാം ആക്ടിവേറ്റ് ചെയ്തത് ടച്ച് പാനൽ വഴിയാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ അലാം ഡീആക്ടിവേറ്റ് ചെയ്യാനും ഇതേപോലെ നമ്പർ അടിച്ചാൽ മാത്രം ഡീആക്ടിവേറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എനിക്ക് ഇതേപോലെ നമ്പർ പാഡിൻ്റെ അടുത്ത് വന്ന് കറക്റ്റ് നമ്പർ അടിച്ചാൽ മാത്രമേ ഇത് ഡീആക്റ്റീവ് ആക്കാൻ, ഈ സൈറൺ അടിക്കുന്നത് ഡീആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ സൈറൺ എത്ര സമയം വരെ വർക്ക് ചെയ്യണം, എത്ര സമയം വരെ സൈറൺ അടിക്കണം എന്നുള്ള ടൈം പീരീഡ് വരെ നമുക്ക് മൊബൈൽ ആപ്പിൻ്റെ അകത്ത് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ സൈറൺ അടിക്കുന്ന സെയിം ടൈമിൽ തന്നെ അവിടുന്ന് എന്ത് പോയിട്ടുണ്ടാവും, കൺട്രോൾ പാനലിൽ നിന്ന് ഒരു കോളും ഒരു SMS ആരുടെയൊക്കെ മൊബൈലിലേക്കാണോ പോകേണ്ടത് ആ മൊബൈലിലേക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ,
അതിന് അലാറം വീണ്ടും ഞാൻ ആക്ടിവേറ്റ് ചെയ്യാണ്. ഇപ്രാവശ്യം ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന റിമോട്ട് വഴിയാണ്. റിമോട്ട് വഴി ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇത് ഡോർ സെൻസറാണ്. ഇതാണ് ഡോർ സെൻസർ. ഡോർ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഒന്ന് അവിടെ അത് കട്ടിലേമ തന്നെ അവിടെ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഡോർ അടയുമ്പോൾ തിരിച്ച് അതിൻ്റെ അടുത്തേക്ക് വരും. ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇപ്പം ഇത് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോഴൊന്നും അലാറം അടിക്കുന്നില്ല. കാരണം ഈ വീട് ഇപ്പം അലാറം മോഡിലല്ല. ഞാൻ അലാറം മോഡ് ആക്റ്റീവ് ആക്കാൻ പോവുകയാണ്. റിമോട്ട് വഴിയാണ് അലാം ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. System armed. ഇപ്പം അലാം ആമായി. Alarm. 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 System disarmed. ഓക്കെ, ഇപ്പം ഞാൻ അലാം ഡീആക്ടിവേറ്റ് ചെയ്തത് ടച്ച് സ്വിച്ച്, ടച്ച് പാനൽ, നമ്പർ പാഡ് വഴിയാണ്. ആക്ടിവേറ്റ് ചെയ്തത് റിമോട്ട് വഴിയായിരുന്നു. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ആക്ടിവേഷനും ഡീആക്ടിവേഷനും ചെയ്യാം. അലാം ആക്ടിവേഷനും ഡീആക്ടിവേഷനും ചെയ്യാൻ 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് റിമോട്ട് മിസ്യൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്പർ കീപാഡ്, മൂന്നാമത്തെ ഓപ്ഷൻ മൊബൈൽ ആപ്പ്. പിന്നെ പാനിക് സ്വിച്ച്, ഇതും കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. ഈ പാനിക് സ്വിച്ച് സ്വതവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് എമർജൻസി മെഡിക്കൽ സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഒരു റോബറി അറ്റംപ്റ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും റോബറി അറ്റംപ്റ്റോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ പാനിക് സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്നത്. പാനിക് സ്വിച്ച് എപ്പോൾ പ്രസ് ചെയ്താലും അവിടെ അലാം അടിക്കും. അതാണ് പാനിക് സ്വിച്ച് എന്ന് പറയുന്നത്. Alarm. 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 System already disarmed. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആ പാനിക് സ്വിച്ചിൻ്റെ ഫങ്ഷനിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് സിഗ്നൽ ജാം കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷനുള്ള ഒരു ഡിവൈസാണ്. സിഗ്നലൊന്നും ജാം ചെയ്യാൻ പറ്റില്ല. ജാം ചെയ്തിട്ട് ഒരാൾക്ക് കയറാനൊന്നും പറ്റത്തില്ല. ഇക്വിഷൻ്റെ വയർലെസ് അലാം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വൈബ്രേഷൻ സെൻസർ അവൈലബിൾ ആണ്. മോഷൻ സെൻസർ ഇൻഡോറും ഔട്ട്ഡോറും അവൈലബിൾ ആണ്. അലാറം ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന കീപാഡ് അവൈലബിൾ ആണ്. എമർജൻസി പാനിക് സ്വിച്ച് അവൈലബിൾ ആണ്. ഇതൊക്കെ വയർലെസ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനൊന്നിനും വയർ വേണ്ട. കീപാഡ് ഉണ്ട്. അലാം ഡീആക്ടിവേഷനും ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ കീപാഡ് ഉണ്ട്. അതേപോലെ ഇൻഡോർ ഔട്ട്ഡോർ സൈറണുകളുണ്ട്. സൈറൺ ചെറുതുണ്ട് വലുതുണ്ട്. അതേപോലെ ഒരുപാട് ഡിവൈസുകളുണ്ട്. സ്മോക്ക് സെൻസേഴ്സ് ഉണ്ട്, ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ ഉണ്ട്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ബേസിക്കലി ഒരു വീട്ടിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നോർമലി എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് ഡോർ സെൻസർ. അതേപോലെ കീ ഫോബ്, മോഷൻ സെൻസർ, അതേപോലെ ഈ ഒരു പാനിക് സ്വിച്ച് എന്ന് പറയുന്നതൊക്കെ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഇപ്പം അവൈലബിൾ ആണ്. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 18,000-20,000 രൂപ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കിറ്റ് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കൺട്രോൾ പാനൽ, ഒരു ഡോർ സെൻസർ, ഒരു റിമോട്ട് കീ, ഒരു മോഷൻ സെൻസർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. 1 ഇയർ വരെയൊക്കെ ബാറ്ററി 1 ഇയറിന് മേലെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. 1 ഇയർ വരെ എന്തായാലും ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്.